ഇതാണ് കേസ് V4B. ഇതൊരു STM32 ക്രെഡിറ്റ് കാർഡ് സൈസ് ഡെവലപ്മെന്റ് ബോർഡാണ്. ഈ ഒരു ഡെവലപ്മെന്റ് ബോർഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഫ്ലിപ്പർസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം ഫേംവെയർ ഈ ഒരു ഡെവലപ്മെന്റ് ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലിപ്പർസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ ഹാർഡ്വെയർ ഫീച്ചേഴ്സും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സൈസ് ഡെവലപ്മെന്റ് ബോർഡിൽ യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന കേസ് ബോർഡിൽ റണ്ണാകുന്ന ഫേംവെയർ ഫ്ലിപ്പർസിൽ ഉപയോഗിക്കുന്ന മൊമെന്റോ എന്ന് പറയുന്ന ഫേംവെയർ ആണ്. ഇത് എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേംവെയർ ആണ്. ഫ്ലിപ്പറിൻ്റെ ഫേംവെയർ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്ലിപ്പറിൻ്റെ ആപ്പായ ക്യൂ ഫ്ലിപ്പറായിട്ട് കീസ് ബോർഡ് സിങ്ക് ചെയ്യാണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫ്ലിപ്പറിൻ്റെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാനും പറ്റും. കീസ് ബോർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.96 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ബോർഡിൽ തന്നെ റേഡിയോ ഫ്രീക്വൻസി മൊഡ്യൂളായ CC1101, RFID, ബ്ലൂടൂത്ത്, NFC മൊഡ്യൂൾ, അതുപോലെ തന്നെ IR മൊഡ്യൂളും ബട്ടൺ മൊഡ്യൂൾസും ഈ ഒരു സിംഗിൾ ബോർഡിൽ തന്നെ കിട്ടുന്നുണ്ട്. നാവിഗേഷൻ വേണ്ടിയിട്ട് 6 ടാക്ടൈൽ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിലേക്ക് എക്സ്റ്റേണൽ മൊഡ്യൂൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്പറിലുള്ള പോലെ തന്നെ GPU എക്സ്പാൻഷൻ പോർട്ടും കൊടുത്തിട്ടുണ്ട്. കീസ് ബോർഡിനെ പവർ ചെയ്യുന്നത് LIR2032 എന്ന് പറയുന്ന ലിഥിയം അയോൺ റീചാർജബിൾ ബാറ്ററിയാണ്. ഇത് ലോങ് റണ്ണിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, ടെസ്റ്റ് റണ്ണിന് വേണ്ടി മാത്രം നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കീസ് ബോർഡിൽ ഫ്ലിപ്പർ സീറോയിൽ വരാത്ത കുറച്ചധികം സെൻസേഴ്സ് വരുന്നുണ്ട്. ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ, ആക്സിലോമീറ്റർ, കോമ്പസ്, ജൈറോസ്കോപ്പ്, അങ്ങനെ എക്സ്ട്രാ സെൻസേഴ്സ് വരുന്നുണ്ട്. റേഡിയോ ഫ്രീക്വൻസി ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺബോർഡ് ആൻറ്റിന മതിയാലോന്നുണ്ടെങ്കിൽ ബെറ്റർ റിസപ്ഷന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആൻറ്റിന കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പാൻഷനും കൊടുത്തിട്ടുണ്ട്. കീസ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ ഷോർട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കേസ് ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു കേസ് ഇതിൻ്റെ കൂടെ വരത്തില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. നിങ്ങളുടെ കയ്യിൽ 3D പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സൈബർ സെക്യൂരിറ്റി സ്റ്റുഡൻ്റാണ്, ഫ്ലിപ്പർ പോലെ ഒരു എക്സ്പെൻസീവ് ടൂൾ വാങ്ങിക്കാനായിട്ട് കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കീസ് ബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കീസ് ബോർഡിൽ നിങ്ങൾക്ക് ഫ്ലിപ്പറിൻ്റെ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള റേ ടെക്നോളജി കണ്ടന്റും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്ക് റിലേറ്റഡ് വീഡിയോ ഇടാനായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്തു.